സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം. സർക്കാർ നീക്കം അഴിമതിക്കും ഭൂമി കച്ചവടത്തിനുമെന്ന് വി.ഡി. സതീശനും കെ. സുധാകരനും രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. എന്തുകൊണ്ടാണ് പിന്മാറ്റമെന്ന് സർക്കാർ വിശദീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതേസമയം സ്മാർട്ട് സിറ്റി പോലെയുള്ള വൻ പദ്ധതികൾ ഭാവി കേരളത്തിന് അനിവാര്യമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പദ്ധതി ഇപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത്? ഒന്ന്, കാരണം പറയണം. രണ്ട്, ആരാണ് പെർഫോം ചെയ്യാത്തത്? എഗ്രിമെന്റാണ്. നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഫ്രെയിമിൽ നിന്ന് ചിന്തിക്കണം. ഒരു എഗ്രിമെന്റാണ്, ഗവൺമെന്റിന് ഷെയറുള്ള സ്റ്റേക്കുള്ള ഒരു എഗ്രിമെന്റാണ് അല്ലേ? അവിടെ ആരാണ് പെർഫോം ചെയ്യാത്തത്? ഗവൺമെന്റ് ആണോ അല്ലെ ടീകോം ആണോ? ടീകോം കമ്പനി ആണെങ്കിൽ എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അപ്പൊ എന്താണ് ഉദ്ദേശം? അതറിയണ്ടേ? കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിനായി ബഹുമുഖമായ ഇടപെടലുകൾ അനിവാര്യമാണ്. പരിസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസന മാതൃകകൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന വേളയാണ് ഇത് എന്നത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ കിഫ്ബി മുഖേന 90,000 കോടിയോളം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്തെ റിംഗ് റോഡ്, കൊച്ചി കോയമ്പത്തൂർ വ്യാവസായിക ഇടനാഴി, പാലക്കാട് വ്യാവസായിക സ്മാർട്ട് സിറ്റി, ദേശീയപാതയുമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന IT കോറിഡോർ, കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള സിൽവർ ലൈൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ഭാവി കേരളത്തിനായുള്ള ഈടുവെപ്പുകളാണ്. UDF വെറുതെ ഇരിക്കുമല്ലോ, കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഞങ്ങൾ അഭിപ്രായം പറയും. തീർച്ചയായിട്ടും ഇപ്പോൾ അസംബ്ലി വരാൻ പോവില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ വളരെ കൊണ്ടുവന്നാൽ വളരെ ഇനീഷ്യേറ്റീവ്, വ്യക്തിപരമായി ഞാൻ വളരെ ഇനീഷ്യേറ്റീവ് എടുത്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളത്, എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കുകയും UDF പറയുകയും ചെയ്യും. ആർ ഋഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ഋഷിപാൽ, പിന്മാറാനുള്ള തീരുമാനത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ്. കാരണം UDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ തുടങ്ങിയത് LDF സർക്കാരിന് രണ്ടാം ഊഴത്തിലെത്തുമ്പോൾ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് സർക്കാർ ഇനി വ്യക്തത വരുത്തേണ്ടത്? സുജയ, ഒന്ന്, സംസ്ഥാനത്ത് ഈ സ്മാർട്ട് സിറ്റി എന്ന വലിയ പദ്ധതി AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരിക്കെയാണ് അങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്. പിന്നീട് വന്ന UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരും ആ പദ്ധതിക്ക് പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ PK കുഞ്ഞാലിക്കുട്ടി പ്രത്യേക താല്പര്യമെടുത്ത് തന്നെയായിരുന്നു ദുബായ് ഉള്ള ഈ ടീകോമിനെ ഇങ്ങോട്ടേക്ക് സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് കൊച്ചിയിലെ ഈ സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം നടത്തിയത്. UDFിൻ്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു. പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാർ, അന്ന് പ്രതിപക്ഷം, അന്ന് LDF ശക്തമായി പദ്ധതിയെ എതിർത്തിരുന്നു. റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് UDFിന് എന്ന ആരോപണമാണ് അന്ന് പദ്ധതി എതിർക്കുമ്പോൾ LDF ഉയർത്തിയത്. പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോൾ പദ്ധതിയിലെ നേരത്തെയുള്ള കരാർ വ്യവസ്ഥ അതിൽ മാറ്റം വരുത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നു. പക്ഷേ പിന്നീട് ഈ കരാർ വ്യവസ്ഥയിലെ മാറ്റവും ടീകോമിൻ്റെ മാനേജ്മെൻറ്റ് മാറ്റവും അടക്കം പദ്ധതിയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. നേരത്തെ 90,000 പേർക്ക് തൊഴിലവസരമായിരുന്നു ടീകോം വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഏതാണ്ട് 10,000-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് തൊഴിലവസരം. അതിനപ്പുറത്തേക്ക് അവിടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടന്നില്ല. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, അങ്ങനെ പദ്ധതി പാതിവഴിയിൽ അത് നിലയ്ക്കുന്ന ഘട്ടമെത്തി. അങ്ങനെ സ്ഥലം തിരിച്ചെടുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ആരംഭിച്ചു. ടീകോമിനാണെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക്, UAEക്ക് പുറത്തേക്ക് മറ്റു പദ്ധതികൾക്ക് താല്പര്യമില്ലാത്ത സാഹചര്യം വന്നു. അങ്ങനെ ടീകോം തന്നെ സംസ്ഥാന സർക്കാരിനോട് പദ്ധതി ഉപേക്ഷിക്കാനുള്ള സന്നദ്ധത അറിയിച്ചു എന്നാണ് ഇപ്പോൾ സർക്കാർ അവകാശപ്പെടുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം UDF ഉന്നയിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ടീകോമിന് പദ്ധതി ഉപേക്ഷിച്ച ടീകോമിന് എന്തിനാണ് നഷ്ടപരിഹാരം നൽകുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. നഷ്ടപരിഹാരം ടീകോമിൽ നിന്നും സംസ്ഥാന സർക്കാർ ഈടാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നു. ഒപ്പം തന്നെ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ വ്യക്തിയെ തന്നെ ഈ കമ്പനിക്ക് ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള പ്രത്യേക സമിതിയിൽ ഉൾപ്പെടുത്തിയത്
ദുരൂഹമാണ്. ഇതിൽ വലിയ അഴിമതിയുണ്ടെന്ന ആരോപണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷം ആകെ ഉന്നയിക്കുന്നു. ഏതായാലും ഇത് വലിയ പ്രക്ഷോഭമായി മാറാനുള്ള സാധ്യതയുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഈ വിഷയം ശക്തിയുക്തം ഉയർത്തും. കാരണം ഈ വിഷയം, ഈ നീക്കത്തിന് പിന്നിൽ, ഈ പദ്ധതി ഉപേക്ഷിച്ചതിന് പിന്നിലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നിലും വലിയ അഴിമതിയുണ്ടെന്ന ആരോപണം പ്രതിപക്ഷം ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു. പദ്ധതി ഉപേക്ഷിക്കുന്നില്ല, അതിന് പകരം സ്ഥലം ഏറ്റെടുത്ത് അവിടെ വലിയ രീതിയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കുന്നത്. 100-ലേറെ കമ്പനികൾ ഇപ്പോൾ തന്നെ ഇൻഫോ പാർക്കിന് മുന്നിൽ അപേക്ഷയുമായി കാത്തു നിൽക്കുന്നുവെന്ന വാദമാണ് വ്യവസായ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. സുജയ, ശരി, റോഷിപ്പാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.